ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ദിവസത്തിന് ചിന്തിക്കുവാനും നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റി കർത്താവിനോട് ചേർത്ത് വയ്ക്കുവാനും പരിശ്രമിക്കുവാൻ നൽകിയ സുവിശേഷ ഭാഗമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം. ഈ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കാണുക അവസാനത്തെ വിധിയുടെ സമയത്തോട് ചേർന്ന് നിന്ന് ആരംഭമായി നൽകുന്ന ഏതാനും കാര്യങ്ങളാണ് കർത്താവ് ഈ സുവിശേഷത്തിൽ പറയുക. രണ്ട് കാര്യങ്ങൾ ചിന്തയിലിട്ട് സ്വീകരിച്ച് നമുക്ക് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ അർത്ഥം ജീവിതത്തിൽ നമുക്ക് പൂർത്തിയാക്കാം. ഈശോ ആദ്യം ഒരു കാര്യം പറയുകയും അതിനോട് ചേർന്നാണ് ഒരു ഉദാഹരണം പറയുകയും ചെയ്യുന്നത്. പാറമേൽ ഭവനം പണിഞ്ഞവനും അതോടൊപ്പം തന്നെ മണൽപ്പുറത്ത് ഭവനം പണിഞ്ഞവന് സാദൃശ്യമാണ് എന്നാണ് പറയുക. ഈ ഉദാഹരണം ഉപയോഗിച്ചുകൊണ്ടാണ് കർത്താവ് ആദ്യത്തെ കാര്യത്തെ, അല്ലെങ്കിൽ ആദ്യം സൂചിപ്പിച്ച കാര്യത്തെ ഒന്ന് സ്ഥിരീകരിക്കുക. സാധാരണ പാറമേൽ പണിയുന്ന ഓരോ വീടും എപ്പോഴും കർത്താവ് പറയുന്നു അതിന് ബലമുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുക. പക്ഷെ ഞാൻ ചോദിക്കണം, ആരെങ്കിലും പാറപ്പുറത്ത് പോയി ഒരു വീട് പണിയുമോ? ആരെങ്കിലും പാറപ്പുറത്ത് വീട് പണിയുമോ? അതോടൊപ്പം തന്നെ ആരെങ്കിലും മണൽപ്പുറത്ത് വീട് പണിയുമോ? ഇത് രണ്ടും ഉദ്ദേശിക്കുന്നത് വീട് പണിയണം എന്നുള്ളതല്ല. ഇത് രണ്ടും ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ബലത്തെക്കുറിച്ചാണ്. പാറയുടെ ബലവും അതോടൊപ്പം തന്നെ ഈ മണൽത്തരിയുടെ ബലത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുക. പാറമേൽ പണിഞ്ഞ ഭവനത്തിന് എന്ത് ദുരിതമുണ്ടായാലും ആ പാറയ്ക്കുണ്ടാകുന്ന ബലം പോലെ തന്നെയാണ്. എന്ത് ചാഞ്ചാട്ടം, എന്തതിനെ അടിച്ചാൽ പോലും അതിനൊരു ചാഞ്ചാട്ടമില്ല. നേരെ മറിച്ച് മണൽത്തരിയോട് എന്തടിച്ചാലും ഒരു ചെറിയ കാറ്റ് മതി, മണൽത്തരി നിരന്തരമായി മാറിക്കൊണ്ടിരിക്കും. അപ്പം അതാണ് ഇതിൻ്റെ ബലത്തെക്കുറിച്ചാണ് പറയുക. ഈ ബലം ഉപയോഗിച്ചുകൊണ്ടാണ് ഈശോ ആദ്യത്തെ കാര്യം പറയുക. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവർ അല്ല, നേരെ മറിച്ച് നിന്റെ നാമത്തിൽ കർത്താവേ ഞാൻ നിന്റെ നാമത്തിൽ ഇത് ചെയ്തു അത് ചെയ്തു എന്നൊന്നും ചെയ്യുന്നവരല്ല, നേരെ മറിച്ച് എൻ്റെ പിതാവിൻ്റെ വാക്കുകൾ നിറവേറ്റുന്നവരാണ് ഞാൻ അറിയുന്നത്. എന്തുകൊണ്ടാണ് ഈ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നത്? ഒരു പ്രാവശ്യം കർത്താവേ എന്ന് വിളിച്ചാൽ പോരെ? 2 പ്രാവശ്യം കർത്താവേ കർത്താവ് ഉറക്കമാണോ? കർത്താവേ എന്ന് വിളിച്ചാൽ പോരെ? ഇത് ആ കാലത്തെ പ്രത്യേക രീതിയിലുള്ള ഒരു വിളിയാണ്. കാരണം ഓർത്ത് നോക്കിയേ, ദൈവം അബ്രാഹത്തെ വിളിക്കുന്നു, അബ്രഹാം നീ എവിടെയാന്ന് പറയും. ഒന്നുകൂടെ നിന്നെ കൂടെ ശക്തിപ്പെടുത്തുക, നിന്നെ വിളിയെക്കുറിച്ച് ശക്തിപ്പെടുത്തുകയാണ്. മർത്ത നീ എവിടെയാണെന്ന് പറയുന്നത്. അപ്പം വീണ്ടും വീണ്ടും എടുത്ത് ചോദിക്കുന്നതിൻ്റെ കാര്യം ഇത്രേ ഉള്ളൂ. അതീവ ശക്തിയോട് നിന്നോട് തന്നെയാണ് ഈ കാര്യം സൂചിപ്പിക്കുന്നത് എന്നാണ് ഇതിൻ്റെ കാര്യം. ഇപ്പം ജനങ്ങളും കർത്താവിനോട് പറയുന്നത് അതുകൊണ്ട് കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ നാമത്തെ കൂടുതൽ ഉറപ്പോടുകൂടെ തന്നെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അവർ പ്രഖ്യാപിച്ചു, തീർച്ചയായിട്ടും പ്രഖ്യാപിച്ചു, ദൈവത്തിൻ്റെ നാമം പ്രഖ്യാപിച്ചു. എന്താണ് പക്ഷേ അവരെ തടഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രഖ്യാപനത്തിന് ബലമില്ലായിരുന്നു. ആ ബലമില്ലായ്മ രീതിയിലുള്ള പ്രഖ്യാപനമായിരുന്നു അവർ നടത്തിയിരുന്നത്. ബലമില്ലായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങൾ തെറ്റായിരുന്നു. അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങൾ തെറ്റും. അതോടൊപ്പം തന്നെ അവരുടെ ബലമില്ലായ്മ എന്ന് പറയുന്നത് അവർ വാക്കാൽ മാത്രമേ ഉള്ളൂ ദൈവവചന പ്രസംഗം, അവർ പ്രവൃത്തിയാലില്ല, വാക്കാൽ മാത്രം. മാതാപിതാക്കളെ അനുസരിക്കണം, അതുകൊണ്ട് നിങ്ങൾ അനുസരിക്കുക. പക്ഷെ ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾ അനുസരിക്കുകയില്ല, അവർ ശരിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം അതുപോലെ തന്നെയാണ് അവരുടെ പ്രവർത്തനം തെറ്റായിരുന്നു. നേരെ മറിച്ച് അവരുടെ പ്രസംഗമൊക്കെ അതീവ രീതിയിൽ നല്ല മനോഹരമായി അവർ പൊലിപ്പിച്ച് ദൈവജനത്തിന് മുൻപിൽ പറയുകയായിരുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു കാര്യം, ഏറ്റവും ആദ്യത്തെ കാര്യം, ഏത് പ്രവൃത്തിയാണേലും നമുക്ക് വേണ്ടത് നല്ല ബലമാണ്, നല്ല ഉറപ്പാണ്. ആ ഉറപ്പില്ലാതെ നമ്മൾ എന്ത് ചെയ്താലും, എന്ത് പ്രസംഗിച്ചാലും, ജീവിതത്തിൽ എന്ത് മറ്റുള്ളവർക്ക് നേടിക്കൊടുത്താൽ പോലും ബലമില്ലാത്തതാണെങ്കിൽ അത് വീണു പോകും. നമ്മൾ മക്കളെ വളർത്തുമ്പോൾ നമ്മൾ മക്കളോട് ഓരോ വിശ്വാസ രീതികളും അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് പല മക്കളിലും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വീണ്ടും മാതാപിതാക്കളിൽ ഒറ്റുനോക്കുമ്പോൾ, അല്ലെങ്കിൽ മാതാപിതാക്കളെ നോക്കുമ്പോൾ മാതാപിതാക്കൾ പോലും അതിന് ബലമില്ലാത്ത രീതിയിലാണ് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മക്കളെ മാതാപിതാക്കൾ പഠിപ്പിക്കുക, മാതാപിതാക്കളെ അനുസരിക്കണം, ബഹുമാനിക്കണം. എന്നാൽ ഈ സ്വന്തം മാതാപിതാക്കളെ ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അപ്പം
ആ ഏത് പ്രവൃത്തിയാണെങ്കിലും നമുക്ക് ആദ്യം ഉടമേ തന്നെ വേണ്ടത് നല്ല ബലമുള്ള ഒരു പ്രവൃത്തിയാണ്. അടിസ്ഥാനം ഉറപ്പായിരിക്കണം. അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, കർത്താവേ കർത്താവേ എന്ന് വിളിച്ചത് മാത്രം പോരാ, ഈ അടിസ്ഥാനം ഉറപ്പായത് മാത്രം പോരാ. ഈ അടിസ്ഥാനം എങ്ങനത്തെ ആയിരിക്കണം? എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരായിരിക്കണം. എങ്ങനെയാണ് ഈ പിതാവായ ദൈവത്തിൻ്റെ ഹിതം? നമ്മൾ എല്ലാ ദിവസവും രാവിലെ വിളിച്ചു ചോദിക്കും, പിതാവായ ദൈവമേ ഇന്നെൻ്റെ ഹിതം ഏതാ? വിളിച്ചു ചോദിക്കാൻ പറ്റൂ? ഒരു ദിവസം റീചാർജ് ഇല്ലെങ്കിൽ വിളിക്കാനും പറ്റത്തില്ല. എങ്ങനെയാണ് പിതാവേ പിതാവേ എന്ന് എങ്ങനെയാണ് പിതാവിൻ്റെ ഹിതം നമ്മൾ നിറവേറ്റുക? പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നത് തിരുവചനം വായിക്കുകയും അല്ലെങ്കിൽ നമ്മൾ നന്മ പ്രവർത്തികൾ ചെയ്യുന്നത് മാത്രമല്ല, ഏതൊരു മനുഷ്യനെയും കുത്തി നോവിപ്പിക്കാത്ത വിധം ദൈവത്തോട് അടുപ്പിക്കുന്നതായിരിക്കണം പിതാവിൻ്റെ ഹിതം. പിതാവിൻ്റെ ഹിതം അതാണ്. ഈശോയുടെ ജീവിതം എടുത്ത് നോക്കുകയും ഒരു മനുഷ്യനും അവൻ്റെ അടുത്തേക്ക് വന്ന ഏതൊരു മനുഷ്യനും അവനൊരു സാന്ത്വനമായിരുന്നു. ഏതൊരു മനുഷ്യനും, അത് ഏത് ജില്ലക്കാരിയാണെങ്കിലും കുഴപ്പമില്ല, സമറിയക്കാരിയാണെങ്കിലും യൂതനാണെങ്കിലും ഏത് സ്ഥലത്തിൽ നിന്നാണെന്നതിലും ഒരു കുഴപ്പവുമില്ല. പക്ഷേ അവർക്കൊരു ആശ്വാസമായി തീർന്നു എന്ന്. പിതാവായ ദൈവം നമുക്കൊരു ആശ്വാസമായി തീരുന്നത് പോലെ തന്നെ പിതാവായ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുക എന്ന്. നമ്മുടെ ജീവിതത്തിലും നമ്മളിലേക്ക് കടന്നു വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ അടുത്തോൾക്ക് ഏതെങ്കിലും ആവശ്യത്തിലേക്ക് കടന്നു വരുന്ന, ധനം മാത്രമല്ല ഏത് രീതിയിലുള്ള ഒരു മക്കളും മാതാപിതാക്കളിലേക്ക് അടുത്തിലേക്ക് കടന്നു വരുന്ന എന്തെങ്കിലും സങ്കടമുണ്ടെങ്കിൽ, ഭാര്യ ഭർത്താക്കന്മാർ സങ്കടമുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു, അല്ലെങ്കിൽ ഏതൊരു ആൾക്കാരാണെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങളാണെങ്കിൽ സങ്കടമെങ്കിൽ അടുത്തേക്ക് കടന്നു വരുന്നു. ഈ അടുത്തേക്ക് കടന്നു വരുന്ന ഓരോ മക്കളിലേക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാന്ത്വനമുണ്ട്, അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സാന്നിധ്യമുണ്ട്. അത് കൊടുക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുകയാണ്. മറ്റുള്ളവന് നമ്മളൊരു കരുതലും സാന്ത്വനവുമായി മാറുകയാണ്. ഇന്നത്തെ ദിവസം നമുക്ക് ഈ കാര്യങ്ങളെ ചിന്തിക്കാം. നമ്മുടെ ഓരോ വിശ്വാസവും ബലമുള്ളതും നമ്മുടെ ഓരോ പ്രവൃത്തിയും ബലമുള്ളതുമായി തീരുവാനും നമ്മുടെ അടുത്തേക്ക് കടന്നു വരെ ഓരോ മക്കളിലേക്ക് സാന്ത്വനമായും ദൈവാനുഗ്രഹമായി മാറുവാനും വേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു മനുഷ്യൻ പോലും നമ്മളിൽ നിന്ന് കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ സങ്കടത്തോടെ പോകാതെ ദൈവത്തെ അനുഭവിച്ച് കടന്നു പോകുവാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.